everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴെങ്കിലും നിങ്ങളോട് ഒരു കംപ്ലൈന്റ് എന്ന രീതിയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും സ്നേഹം ഫീൽ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ചില ഹാബിറ്റുകളായിരിക്കും അത്. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത്തരത്തിൽ അവർക്കൊരു സ്നേഹം ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്നേഹക്കുറവ് ഞാൻ നേരിടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് പ്രോമിസ് നൽകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വളരെ സ്മോൾ, വളരെ ചെറിയ പ്രോമിസ് ആയിരിക്കും നൽകുന്നത്, പക്ഷെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയുന്നു, പക്ഷെ അതെല്ലാം മറന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊന്നും തീരെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്നേഹക്കുറവ് ഫീൽ ചെയ്യും. കാരണം അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലേ, അല്ലെങ്കിൽ എന്നോടൊരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം വളരെ ശക്തമായിട്ട് പറയുന്നു, പക്ഷെ അത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതൊട്ടും ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തീരെ ഓർക്കുന്നില്ലേ, ഇങ്ങനെയുള്ളൊരു തോന്നലിലേക്ക് അത് നയിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്രശ്നങ്ങളെ കുറിച്ചാണോ, അതായത് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണോ? പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹക്കുറവുണ്ട് എന്ന് തോന്നലിനുള്ള മറ്റൊരു റീസൺ. കാരണം നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് പ്രശ്നങ്ങളെ കുറിച്ചാണ്, കംപ്ലൈൻസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലിട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിടയിൽ അത്രയധികം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചേർച്ച കുറവുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട് എന്നുള്ളൊരു തോന്നലിലേക്കായിരിക്കും നിങ്ങളുടെ തോട്ട് കൂടുതലായിട്ടും പോവുക. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ എന്തൊക്കെയാണ് ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, പുതിയ ആശയങ്ങൾ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു പുതുമ നിങ്ങൾക്കിടയിൽ എപ്പോഴും നിലനിർത്താൻ സാധിക്കും. സോ പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് മാത്രമാണോ നിങ്ങൾ അഫെക്ഷൻ പ്രകടിപ്പിക്കാറുള്ളത്? നിങ്ങൾക്ക് അവരോടുള്ള ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് എല്ലാം നല്ല രീതിയിൽ പോകുന്ന സമയത്ത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ, മറ്റുള്ള സമയങ്ങളിലൊന്നും അത്രയധികം എക്സ്പ്രസീവ് ആകുന്നില്ല, അല്ലെങ്കിൽ ഒട്ടും കൺസേൺഡ് ആയിട്ട് പറയുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും അവർക്ക് സ്നേഹക്കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും. ഇനി നാലാമത്തെ ഒരു കാര്യമാണ്, നിങ്ങളുടെ പാർട്ട്ണർ അവർ വളരെയധികം കൺസേൺഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ ആണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെസ്പോൺസ് വളരെ ഡിസ്മിസൽ ആയിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്മിസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു റീസൺ. അതാണ് അവർക്ക് സ്നേഹക്കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമോഷൻസ്, അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊന്നും അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ അതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല, അതൊക്കെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ അവർ പറയുന്നതിന് മുൻപ് തന്നെ അതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു സ്നേഹക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒരു തവണ ചെയ്യുമ്പോഴല്ല, കണ്ടിന്യൂസ് ആയി നിങ്ങൾ ഇങ്ങനെ ഡിസ്മിസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് പലപ്പോഴും അവർക്ക് ഈ ഒരു സ്നേഹക്കുറവ് ഫീൽ ചെയ്യുക. ആൻഡ് ഫൈനൽ വൺ, നിങ്ങൾ ഒട്ടും അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പരാജയങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ വിജയങ്ങളെയോ ഒന്നും തന്നെ സീരിയസ് ആയി കാണുകയോ അവർക്ക് വേണ്ട സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്നേഹക്കുറവ് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇത് എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും നിങ്ങൾ അവരുടെ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് അവരെ ട്രീറ്റ്
ചീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്നേഹക്കുറവ് തോന്നാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ കോൺഷ്യസ് ആയി ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അറിയാതെ വരുന്നതായിരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഈ ഒരു പരാതി മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എനിവേസ്, നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്